നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പ് നമ്മൾ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം എന്നീ 4 വിപ്ലവങ്ങൾ സ്വേച്ഛാധിപത്യ രാജവാഴ്ചക്കും കോളനിവൽക്കരണത്തിനുമെതിരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ നടത്തിയ 4 വിപ്ലവങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചൈനീസ് റവല്യൂഷനെ കുറിച്ചാണ്. 20-ാം നൂറ്റാണ്ടിൽ വിദേശ ശക്തികൾക്കും സാമ്രാജ്യത്വ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനുമെതിരെ ചൈനയിലെ ജനങ്ങൾ വിപ്ലവം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ പാശ്ചാത്യ ശക്തികൾ ചൈനയിൽ അധികാരം നേടുന്നതിന് വേണ്ടി വ്യത്യസ്തമായൊരു മാർഗമാണ് സ്വീകരിച്ചത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ ശക്തികൾ ചൈനയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വ്യത്യസ്തമായൊരു മാർഗമാണ് സ്വീകരിച്ചത്. ആ മാർഗങ്ങൾ 2 എണ്ണമാണ്. ഒന്ന് ഓപ്പിയം ട്രേഡും 2 ഓപ്പൺ ഡോർ പോളിസിയുമാണ്. 20-ാം നൂറ്റാണ്ടിൽ സാമ്രാജ്യത്വ ശക്തികൾക്കും സ്വേച്ഛാധിപത്യ രാജവാഴ്ചക്കുമെതിരെ ചൈനയിലെ ജനങ്ങൾ വിപ്ലവം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിപ്ലവത്തിന് കാരണമായ വസ്തുതകളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പരിശോധിക്കാൻ പോകുന്നത്. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് യൂറോപ്യൻ ശക്തികൾ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയിൽ ആധിപത്യം നേടാൻ സ്വീകരിച്ചത് മറ്റ് പ്രദേശങ്ങളിൽ അവർ സ്വീകരിച്ച നടപടികളായിരുന്നില്ല. പകരം 2 നയങ്ങളാണ് അവർ സ്വീകരിച്ചത്. ചൈനയിൽ ആധിപത്യം നേടാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച 2 നടപടികൾ, ഒന്ന് ഓപ്പിയം ട്രേഡും 2 ഓപ്പൺ ഡോർ പോളിസിയുമാണ്. ഒന്നേതാണ് ഓപ്പിയം ട്രേഡ്, അതായത് കറുപ്പ് വ്യാപാരം. 2 എന്താണ് ഓപ്പൺ ഡോർ പോളിസി. അതിലാദ്യം നമ്മൾ ഒന്നാമത്തെ പരിശോധിക്കണം, എന്താണ് ഓപ്പിയം ട്രേഡ്. എന്താണ് ഓപ്പിയം ട്രേഡ്? ശ്രദ്ധിച്ച് കേൾക്കുക. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദ എക്സ്പോർട്ട് ഓഫ് സിൽക്ക്, ടീ ആൻഡ് earthen ware. There was nothing to import to China from Europe. So the European traders suffered a great loss. As a remedy, the British traders imported opium to China. It resulted in economic and mental subjugation of the Chinese. So China fought against this trade. This is called Opium War. ശ്രദ്ധിക്കുക, ചൈനയിലെ പട്ടുവസ്ത്രങ്ങൾ, തേയില, കളിമൺ പാത്രങ്ങൾ എന്നിവക്ക് യൂറോപ്പിൽ വലിയ ഡിമാൻഡായിരുന്നു. അതായത് ചൈനയിലെ പട്ടുവസ്ത്രങ്ങളും കളിമൺ പാത്രങ്ങളും തേയിലൊക്കെ യൂറോപ്പിൽ ധാരാളമായി ചൈനീസ് കച്ചവടക്കാർ വിറ്റഴിച്ചിരുന്നു. അതുവഴി ചൈനക്കാർക്ക് നല്ല ലാഭവും കിട്ടിയിരുന്നു. എന്നാൽ യൂറോപ്യന്മാർക്ക് ഒരു വസ്തുക്കളും ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അത് യൂറോപ്യന്മാരെ കച്ചവടം എവിടെ നടന്നിരുന്നില്ല, അർത്ഥം ചൈനയിൽ നടന്നിരുന്നില്ല. സ്വാഭാവികമായും യൂറോപ്യൻ കച്ചവടക്കാർക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഇതുകൊണ്ടുണ്ടായത്. ചൈനക്കാർ യൂറോപ്പിൽ കച്ചവടം നടത്തി വലിയ ലാഭം ഉണ്ടാക്കി. യൂറോപ്യന്മാർക്ക് അവിടെ കച്ചവടം നടത്താൻ സാധിക്കുന്നില്ല, ചൈനയിൽ കച്ചവടം നടത്താൻ സാധിക്കുന്നില്ല. ഇതിന് പരിഹാരമായി ബ്രിട്ടീഷ് കച്ചവടക്കാർ കണ്ടെത്തിയ മാർഗം എന്ന് പറഞ്ഞാൽ ചൈനയിൽ എന്ത് വിൽക്കലായിരുന്നു? കറുപ്പ് എന്ന് പറയുന്ന ഓപ്പിയം എന്ന് പറയുന്ന ലഹരി വസ്തു വിൽക്കലായിരുന്നു. ഈ ലഹരി വസ്തു വിറ്റതുകൊണ്ട് ചൈനയിൽ നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ആർക്ക് സാധിച്ചു? ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ചൈനക്കാരുടെ മാനസികമായി അവരെ മനോനില തകർക്കാനും ആർക്ക് സാധിച്ചു? ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അപ്പോൾ ചൈനക്കാരുടെ മാനസികാരോഗ്യത്തെയും സാമ്പത്തിക രംഗത്തെയും ഗുരുതരമായി ബാധിച്ച കറുപ്പ് വ്യാപാരം തടയാൻ ആര് തീരുമാനിച്ചു? ചൈനക്കാർ തീരുമാനിച്ചു. ഇതാണ് എന്തിലേക്ക് നയിച്ചത്? കറുപ്പ് യുദ്ധത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ചൈനയിൽ ആധിപത്യം നേടാൻ യൂറോപ്യന്മാർ സ്വീകരിച്ച ഒരു മാർഗം എന്തായിരുന്നു? ഓപ്പിയം ട്രേഡ് ആയിരുന്നു, അല്ലെങ്കിൽ കറുപ്പ് കച്ചവടമായിരുന്നു. ഇതിനുള്ള കാരണം എന്തായിരുന്നു? ചൈനക്കാർ യൂറോപ്പിൽ കച്ചവടം നടത്തി നല്ല ലാഭം ഉണ്ടാക്കി. എന്നാൽ യൂറോപ്യൻ കച്ചവടക്കാർക്ക് ചൈനയിൽ കച്ചവടം നടത്താൻ സാധിച്ചിരുന്നില്ല. ബ്രിട്ടീഷുകാർ ചൈനയിൽ കറുപ്പ് വിറ്റു. അത് ചൈനക്കാരെ സാമ്പത്തികമായും മാനസികമായിട്ട് എന്ത് ചെയ്തു? തകർത്തു. ചൈനക്കാർ കറുപ്പിൻ്റെ വ്യാപാരം തടഞ്ഞു. ഇത് യുദ്ധത്തിലേക്ക് നയിച്ച യുദ്ധത്തിൻ്റെ പേരെന്തായിരുന്നു? ഓപ്പിയം വാർ, അല്ലെങ്കിൽ കറുപ്പ് യുദ്ധം. ഓക്കെ, അടുത്തത് എന്താണ് ഓപ്പൺ ഡോർ പോളിസി എന്നാണ്. എന്താണ് ഓപ്പൺ ഡോർ പോളിസി? എന്താണ് ഓപ്പൺ ഡോർ പോളിസി? ശ്രദ്ധിക്കുക. ബൈ ദ എൻഡ് ഓഫ് ദ 19th century, several European countries except America acquired trade privileges in China. To acquire the privilege, John Hay, the State Secretary of the USA, proclaimed the open door policy. As per this policy, America argued for equal rights and opportunity for all countries in Chinese market. China was divided into different regions to be controlled by various countries. Chinese people were against this.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഒപ്പിയം വാർ പറഞ്ഞു. നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയമാണ്. ചൈനൻ്റെ മാർക്കറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ പോകണം. ഇതിന് സാഹചര്യം ഒരുക്കിയത് അമേരിക്കയാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഭൂരിഭാഗം യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയിൽ കച്ചവടത്തിന് അവസരം കിട്ടി. എന്നാൽ അമേരിക്കക്ക് ചൈനീസ് മാർക്കറ്റ് നിയന്ത്രിക്കാൻ എന്ത് ചെയ്തില്ല, സാധിച്ചില്ല. അല്ലെങ്കിൽ അമേരിക്കക്ക് ചൈനീസ് മാർക്കറ്റിൽ കച്ചവടം നടത്താൻ സാധിച്ചില്ല. ഈ സമയത്ത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ഒരു പുതിയ പ്രഖ്യാപനമായിട്ട് വരികയാണ്. അതാണെന്ത്, ഓപ്പൺ ഡോർ പോളിസി അല്ലെങ്കിൽ തുറന്ന വാതിൽ നയം. അദ്ദേഹം പറഞ്ഞതാണ്, എല്ലാ രാജ്യങ്ങൾക്കും ചൈനീസ് മാർക്കറ്റിൽ ഇടപെടാൻ തുല്യമായ അവകാശവും അവസരമുണ്ട്. എല്ലാവർക്കും എവിടെ ഇടപെടാൻ സാധിക്കണം, ചൈനയിലെ മാർക്കറ്റിൽ ഇടപെടാൻ സാധിക്കണം. അതായത് ചൈനയിലെ മാർക്കറ്റ് കച്ചവടം എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട്, തുല്യമായ അവകാശമുണ്ട് എന്നാണ് ആര് പ്രഖ്യാപിച്ചത്, ജോൺ ഹേ പ്രഖ്യാപിച്ചത്. ഇതുകൊണ്ട് അമേരിക്ക ലക്ഷ്യം വെച്ചതാണ് ചൈനീസ് മാർക്കറ്റിൽ ഇടപെടാൻ ആർക്ക് സാധിക്കണം, അമേരിക്കക്കും സാധിക്കണം. ഈ തുറന്ന വാതിൽ നയത്തിലൂടെ എല്ലാ രാജ്യങ്ങൾക്കും ഇവിടെ കയറി കച്ചവടം നടത്താൻ സാധിച്ചു, ചൈനീസ് മാർക്കറ്റിൽ നിയന്ത്രിക്കാൻ സാധിച്ചു. ഇതോടുകൂടി ചൈനൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് എന്ത് ചെയ്തു, വീതിച്ചെടുത്തു. അങ്ങനെ ചൈന ആരുടെ നിയന്ത്രണത്തിലേക്ക് പോയി, വിദേശ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് പോയി. അപ്പോൾ ഈ രണ്ട് നയങ്ങൾ, തുറന്ന വാതിൽ നയവും കറുപ്പ് യുദ്ധവുമാണ് ചൈനയിൽ ആധിപത്യം നേടാൻ ആര് സ്വീകരിച്ച മാർഗങ്ങൾ, യൂറോപ്യന്മാർ സ്വീകരിച്ച അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾ സ്വീകരിച്ച മാർഗങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോവുകയാണ് ചൈനീസ് വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യം നമ്മൾ പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളാം. ദ മഞ്ജു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇന്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ. Some secret organizations in China revolted against it in 1900. The emblem of this organization was the Boxer's fist. So this is known as the Boxer Rebellion. In 1911, under the Dr. Sun Yat-sen, revolt against Manchu dynasty, Manchu monarchy came to an end. Dr. Sun Yat-sen formed Kuomintang party in China. He gave importance to ideologies like nationalism, democracy and socialism. Kuomintang party established a republican government in southern China under the leadership of Sun Yat-sen. He nullified the unjust treaties signed with the foreign countries and wanted to maintain equality with Western countries. The Kuomintang Republic adopted measures for progress of agriculture and industry. China received assistance from Russia. ശ്രദ്ധിക്കാം. The Manchu dynasty in China favored the foreign interference and domination. Some secret organization in China revolted against it in 1900. The emblem of this organization was the Boxer's fist. So this is known as the Boxer Rebellion. ശ്രദ്ധിക്കുക, ചൈനയിലെ മഞ്ജു രാജാക്കന്മാർ വിദേശാധിപത്യത്തിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത് ചൈനയിലെ ഭൂരിഭാഗം ആളുകൾക്കും താല്പര്യമില്ലായിരുന്നു. വിദേശ ശക്തികൾക്കെതിരായിരുന്നു ആര്, ചൈനീസ് ജനത. അപ്പോൾ ചൈനീസ് സർക്കാരിൻ്റെ വിദേശ ശക്തികളെ സഹായിക്കുന്ന നിലപാടിനെതിരെ ചൈനയിലെ ജനങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, പ്രതിഷേധമുണ്ടായിരുന്നു. 1900 ചൈനയിലെ യുവാക്കൾ ഇതിനെതിരെ എന്ത് ചെയ്തു, സംഘടിച്ചു. ഇവരെന്ത് ചെയ്തു, വിദേശ ശക്തികൾക്കെതിരെ കലാപം ആരംഭിച്ചു. ഈ കലാപം നയിച്ച ആളുകളുടെ ചിഹ്നം ബോക്സർ, ഇവരുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ബോക്സർമാരെ മുഷ്ടിയായിരുന്നു ഇവരുടെ ചിഹ്നം. ഇവർ എംബ്ലം എന്ന് പറഞ്ഞാൽ ബോക്സേഴ്സ് ഫിസ്റ്റ് ആയിരുന്നു, ബോക്സർമാരുടെ കൈപ്പത്തി, അതായിരുന്നു അവരുടെ എന്ത്, ചിഹ്നം. അതുകൊണ്ട് തന്നെ ഈ റെബലിൻ എന്ത് പേരിൽ അറിയപ്പെട്ടു, ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷേ ഈ ബോക്സർ കലാപം എന്ത് ചെയ്തില്ല, വിജയിച്ചില്ല. പക്ഷെ പിന്നീട് ചൈനയിൽ നടന്ന എല്ലാ പോരാട്ടങ്ങൾക്കും പ്രചോദനം നൽകാൻ എന്തിനു സാധിച്ചിട്ടുണ്ട്, ബോക്സർ കലാപത്തിന് സാധിച്ചിട്ടുണ്ട്. അതായത് വിദേശ ശക്തികൾക്കെതിരെ ചൈനയിൽ നടന്ന ആദ്യത്തെ പോരാട്ടം എന്തായിരുന്നു, ബോക്സർ റെബലിയൻ ആയിരുന്നു. ചൈനയിലെ രഹസ്യ സംഘടനകളാണ് എന്ത് ചെയ്തത്, ഈ പോരാട്ടം നടത്തിയത്. ഈ സംഘടനകളുടെ എംബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബോക്സർമാരുടെ ഫിസ്റ്റ് ആയിരുന്നു, ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ എന്ത്, ചിഹ്നം. അതുകൊണ്ടാണ് ഈ കലാപം എന്ത് പേരിൽ അറിയപ്പെട്ടത്, ബോക്സേഴ്സ് റെബലിയൻ എന്ന പേരിൽ അറിയപ്പെടില്ല, ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ കലാപം എന്ത് ചെയ്തില്ല, വിജയിച്ചില്ല എങ്കിലും പിന്നീട് നടന്ന എല്ലാ പോരാട്ടങ്ങൾക്കും പ്രചോദനം നൽകാൻ എന്തിനു സാധിച്ചു, ബോക്സർ റെബലിയന് സാധിച്ചു. ദ മാഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ interference and domination. Some secret organizations in China revolted against it in 1900. The emblem of these organizations was the Boxer's fist. So this is known as the Boxer Rebellion. In 1911, under Dr. Sun Yat-sen, revolt against the Manchu dynasty, Manchu monarchy came to an end. Dr. Sun Yat-sen formed Kuomintang party in China. He gave importance to ideologies like nationalism, democracy and socialism. Kuomintang party established a republican government in southern China under the leadership of Dr. Sun Yat-sen.
1911 മഞ്ജു രാജാക്കന്മാർക്കെതിരെ ഡോക്ടർ സണ്ണി ആഡ്സന്റെ നേതൃത്വത്തിൽ ചൈനയിൽ വലിയൊരു ജനകീയ പോരാട്ടം, ഒരു വിപ്ലവം എന്ത് ചെയ്തു, ഉണ്ടായി. ഈ വിപ്ലവത്തോടു കൂടി ചൈനയിലെ മഞ്ജു രാജാക്കന്മാർക്ക് അധികാരം നഷ്ടപ്പെട്ടു. ഡോക്ടർ സണ്ണി ആഡ്സന്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈന കേന്ദ്രമാക്കി ഒരു പുതിയ ഗവൺമെൻറ് എന്ത് ചെയ്തു, റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, അധികാരത്തിൽ വന്നു. ഡോക്ടർ സണ്ണി ആഡ്സൺ നയിച്ചിരുന്ന പാർട്ടിയുടെ പേരാണെങ്കിൽ അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയുടെ പേരായിരുന്നു എന്ത്, കുമിന്താങ് പാർട്ടി. എന്നാണ് കുമിന്താങ് പാർട്ടി. സണ്ണി ആഡ്സൺ പ്രധാനമായും 3 ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. സണ്ണി ആഡ്സൺ പ്രധാനപ്പെട്ട 3 ഐഡിയോളജീസ് ആയിരുന്നു ഏതൊക്കെ? നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയായിരുന്നു ആരുടെ ആശയങ്ങൾ? ഡോക്ടർ സണ്ണി ആഡ്സന്റെ ആശയങ്ങൾ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഏത്? കുമിന്താങ് പാർട്ടി. സദേൺ ചൈനയിലാണ് ഇവരെന്ത് ചെയ്തത്, റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് രൂപീകരിച്ചത്. ഇദ്ദേഹം അധികാരമേറ്റെടുത്ത ശേഷം he nullified the unjust treaties signed with the foreign countries and wanted to maintain equality with western countries. ഇദ്ദേഹം അധികാരമേറ്റ ശേഷം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കരാറുകളും ഇദ്ദേഹം എന്ത് ചെയ്തു, റദ്ദ് ചെയ്തു. വിദേശ രാജ്യങ്ങളുമായിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ കരാറുകളും ഇദ്ദേഹം എന്ത് ചെയ്തു, റദ്ദ് ചെയ്തു. അതുപോലെ തന്നെ സമത്വത്തിന് വേണ്ടി വാദിച്ച ഭരണാധികാരിയായിരുന്നു ആര്? ഡോക്ടർ സണ്ണി ആഡ്സൺ. അതുപോലെ റഷ്യയുടെ സഹായത്തോടു കൂടി കാർഷിക വ്യാവസായിക രംഗത്ത് പുരോഗതി ഉണ്ടാക്കാനും ആര് ശ്രമിച്ചു? സണ്ണി ആഡ്സന്റെ ഗവൺമെൻറ് ശ്രമിച്ചു. നമ്മൾ പറയുന്നതാണ് ചൈനയിൽ മഞ്ജു രാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്. വിദേശ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് അവർ സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് 1900 ബോക്സർ കലാപമുണ്ടായത്. തുടർന്ന് 1911 ഡോക്ടർ സണ്ണി ആഡ്സന്റെ നേതൃത്വത്തിൽ ചൈനയിൽ പുതിയ വിപ്ലവമുണ്ടായി. വിപ്ലവത്തോടു കൂടി മഞ്ജു രാജഭരണം അവസാനിച്ചു. ഡോക്ടർ സണ്ണി ആഡ്സൺ അധികാരം ഏറ്റെടുത്തു. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു ഏത്? കുമിന്താങ് പാർട്ടി. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളായിരുന്നു ഏതൊക്കെ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവ. ഇദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് വിദേശ ശക്തികളുമായിട്ടുള്ള എല്ലാ കരാറുകളും എന്ത് ചെയ്തു? റദ്ദ് ചെയ്തു. സമത്വത്തിന് വേണ്ടി ഇദ്ദേഹം വാദിച്ചു. കാർഷിക വ്യാവസായിക രംഗങ്ങളിൽ പുരോഗതി ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിൻ്റെ കുമിന്താങ് പാർട്ടിയുടെ ഗവൺമെൻറ് ശ്രമിച്ചു. ഇദ്ദേഹത്തിന് റഷ്യയുടെ സഹായം എന്ത് ചെയ്തു? ലഭിച്ചു. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചോളാം. 1921 എന്ത് രൂപീകരിച്ചു? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു? രൂപീകരിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേതു. ഡോക്ടർ സണ്ണി ആഡ്സന്റെ മരണശേഷം കുമിന്താങ് പാർട്ടിയുടെ തലപ്പത്ത് വന്നത് ചിയാങ് കൈഷക് ആയിരുന്നു. ചിയാങ് കൈഷകിൻ്റെ ഭരണകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് കുമിന്താങ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാ ബന്ധവും എന്ത് ചെയ്തു? അവസാനിച്ചു. ശ്രദ്ധിച്ചോളാം. ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ് ആൻഡ് കോപ്പറേറ്റഡ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് സണ്ണി ആഡ്സൺ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് സണ്ണി ആഡ്സൺ, ചിയാങ് കൈഷക് became the head of the republic. The cooperation with communist party came to an end. Chiang Kai-shek ascertained military autocracy in China. The communist protest against the policies, but brutally suppressed. He gave opportunity for foreign powers, including USA, for free interfere in China. Coal, iron industries, banking, foreign trade were controlled by foreign countries. After the death of Sannyi Yat-sen, Chiang Kai-shek became the head of the republic. The cooperation with Communist Party came to an end. Chiang Kai-shek ascertained military autocracy in China. The communists protested against the policies, but brutally suppressed. He gave opportunity for foreign powers, including USA, for free interfere in China. Coal, iron industries, banking and foreign trade were controlled by foreign countries. ചിയാങ് കൈഷക്, ഡോക്ടർ സണ്ണി യാട്സന് ശേഷം ചിയാങ് കൈഷക്കാണ് ചൈനയിൽ കുമിന്താങ് പാർട്ടിൻ്റെ തലപ്പത്തേക്കും അതേപോലെ ഭരണത്തിലേക്കും എത്തിയത്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധവും കുമിന്താങ് പാർട്ടി അവസാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് യാതൊരു സഹകരണം ഇദ്ദേഹം ചെയ്തിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല. മുതലാളിത്ത ആശയങ്ങൾക്കാണ് ചിയാങ് കൈഷക് പ്രാധാന്യം നൽകിയത്. ചിയാങ് കൈഷക്കിൻ്റെ ഭരണം ഒരു പട്ടാള സ്വേച്ഛാധിപത്യമായിരുന്നു, മിലിറ്ററി ഓട്ടോക്രസി. പട്ടാള ഭരണം, പട്ടാള സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ഭരണമാണ് ആഗ്രഹിച്ചിരുന്നത്? ചിയാങ് കൈഷക് നടത്തിയിരുന്നത്. ഇതിനെ ആര് എതിർത്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ക്രൂരമായി അടിച്ചമർത്താനാണ് ആര് ശ്രമിച്ചത്? ചിയാങ് കൈഷക് ശ്രമിച്ചത്. ഇദ്ദേഹം വിദേശ ശക്തികൾക്ക്, അമേരിക്ക ഉൾപ്പെടെ വിദേശ ശക്തികൾക്ക് യഥേഷ്ടം പ്രവർത്തിക്കാൻ, ചൈനയിൽ പ്രവർത്തിക്കാൻ എന്ത് നൽകി? അവസരം നൽകി. കൽക്കരി,
ഇരുമ്പ്, ബാങ്കിങ്, വിദേശ വ്യാപാരം തുടങ്ങിയ എല്ലാ മേഖലയും ആരുടെ കയ്യിലായി? വിദേശ രാജ്യങ്ങളുടെ കയ്യിലായി. ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ആരംഭിച്ചു? ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാവോ സേതോങ്, അതേപോലെ ലോങ് മാർച്ച്, അതേപോലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നീ ടോപ്പിക്കാണ്. ഇതുവരെ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടി പറയുകയാണ്. ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞതാണ്. ചൈനയിൽ വ്യത്യസ്തമായ 2 രീതികളിലൂടെയാണ് വിദേശ ശക്തികൾ അധികാരം പിടിച്ചെടുത്തത്. അതിലൊന്ന് ഓപ്പൺ ഡോർ പോളിസിയും മറ്റൊന്ന് OPM ട്രേഡുമാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് മഞ്ചു രാജാക്കന്മാരാണ് ചൈനയിൽ ഭരണം നടത്തിയിരുന്നത്. മഞ്ചു രാജാക്കന്മാരുടെ ഭരണത്തിൽ ചൈന വിദേശ ശക്തികൾ കീഴടങ്ങുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് 1900 ബോക്സർ റെബലിയൻ നടക്കുന്നത്. 1911 ഡോക്ടർ സന്യാർസന്റെ നേതൃത്വത്തിൽ ചൈനയിൽ എന്തുണ്ടാവുകയാണ്? വിപ്ലവം നടക്കുകയാണ്. ആ വിപ്ലവത്തിലൂടെ ആരുടെ ഭരണം? മഞ്ചു ഭരണം ചൈനയിൽ അവസാനിച്ചു. വിപ്ലവാനന്തരം ഡോക്ടർ സന്യാർസന്റെ നേതൃത്വത്തിൽ ചൈനയിൽ പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് ഭരണം നടത്തി. റഷ്യയുടെ സഹായം ഈ ഗവൺമെൻറ് ലഭിച്ചിരുന്നു. സന്യാർസന്റെ പ്രധാനപ്പെട്ട നയം എന്ന് പറഞ്ഞാൽ നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം എന്നിവയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ചിയാങ് കൈഷക്കാണ് ഭരണത്തിൽ വന്നത്. വിദേശികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ചിയാങ് കൈഷക്കും സ്വീകരിച്ചത്. ഇരുമ്പുരുക്ക് വ്യവസായവും കൽക്കരിയും ബാങ്കിങ്ങുമെല്ലാം വിദേശ രാജ്യങ്ങളുടെ കയ്യിലായി. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരെയും അടിച്ചമർത്തുന്ന നിലപാടാണ് ചിയാങ് കൈഷക് സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് ചൈനയിൽ വീണ്ടും എന്ത് നടക്കാൻ പോകുന്നത്? ചിയാങ് കൈഷകിൻ്റെ ഗവൺമെൻറ്റിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിപ്ലവം നടക്കാൻ പോകുന്നത്. അതാണ് നമുക്ക് പരിശോധിക്കാൻ ശ്രദ്ധിക്കുക.